നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ റൂമോ നിങ്ങളുടെ വീടോ സ്വന്തമായിട്ടൊന്ന് പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഫസ്റ്റ് ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പെയിന്റ് അടിച്ചാണ് നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന ഗ്രേ വാള്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടൊക്കെയാണ് ഈ വോൾ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ റിയൽ ലൈഫിൽ ഇത് ഫേസ് ടു ഫേസ് നോക്കുമ്പം ഇത് അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. ഒരുപാട് പോരായ്മകൾ ഞാൻ അടിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു വോളിന് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഡിസൈഡ് ചെയ്തത് ബ്രഷ് വെച്ച് അടിച്ചാൽ സ്ട്രോക്ക് വീഴും, അതുകൊണ്ട് തന്നെ റോളർ മതി എന്നുള്ള രീതിയിൽ റോളർ മേടിച്ചിട്ടാണ് ഞാനിത് അടിച്ചത്. പക്ഷേ റോളറിൻ്റെ സ്ട്രോക്ക് ഞാൻ ഇതിൽ വീഴ്ത്തി. അപ്പോൾ അഫ്കോഴ്സ് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കിതിൽ വന്നിട്ടുണ്ട്. ആ ഒരു കറക്റ്റ് ആ ലെവലിൽ എനിക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാർ ആദ്യമായിട്ട് പെയിന്റ് അടിക്കുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. This is Asif Mohammed and you are watching Techie Wizard. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് BUILDSKILL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹെവി ഡ്യൂട്ടി 700 വാട്ടിൻ്റെ ഒരു പെയിൻറ്റ് സ്പ്രേയർ ആണ്. ഇതാണ് BUILDSKILLിൻ്റെ പാക്കേജ്. നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മീഡിയം വലുപ്പമുള്ളൊരു പാക്കേജ് തന്നെയാണ് വരുന്നത്. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കണ്ടെയ്നർ കാണാൻ പറ്റും. ഈ കണ്ടെയ്നറിനകത്താണ് നമ്മൾ പെയിൻറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പെയിൻറ്റ് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറാണ്. അപ്പം അതിലേക്ക് നമുക്ക് പിന്നെ വരാം. പിന്നെ നമുക്കൊരു വിസ്കോസിറ്റി മീറ്റർ ലഭിക്കുന്നുണ്ട്. പെയിൻറ്റ് ഇതുവഴിയാണ് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ ഒരു ട്യൂബുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമുക്ക് ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മുടെ മെയിൻ പെയിൻറ്റ് സ്പ്രേയിങ് യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത്. ഒരു ബബിൾ റാപ്പിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് വേരിയൻ്റ് ആണ് നമ്മുടെ ഇരിക്കുന്നത്. ഇതാണ് BUILDSKILLിൻ്റെ ഹെവി ഡ്യൂട്ടി 700 വാട്ടിൻ്റെ പെയിൻറ്റ് സ്പ്രേയർ. അപ്പം ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂയിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് നോക്കാം. BUILDSKILL എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പെയിൻറ്റ് സ്പ്രേയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഒരുപാട് പെയിൻറ്റ് സ്പ്രേയർ പല റേഞ്ചിൻ്റെയൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു മീഡിയം ലെവൽ റേഞ്ചിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഇരിക്കുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈറ്റിൽ 1949 രൂപയാണ് ഇതിൻ്റെ പ്രൈസായിട്ട് കൊടുത്തിരിക്കുന്നത്. ആമസോണിൽ 1500 രൂപയ്ക്ക് വരെ വന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ റേറ്റ് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു അഫോർഡബിൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു പെയിൻറ്റ് സ്പ്രേയർ യൂണിറ്റ് ആണ്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോണം. എന്നിട്ടാണ് ഇതിൻ്റെ ആ ഒരു റിവ്യൂ ഞാൻ പറയുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഹോമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാറ്റഗറിയിൽ ഇറക്കിയ ഒരു പെയിൻറ്റ് സ്പ്രേയർ യൂണിറ്റ് ആണ്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു പെയിൻറ്റ് സ്പ്രേയർ യൂണിറ്റ് ഹോൾഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആദ്യം തന്നെ പറയാലോ, ഈ ഒരു ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ബഡ്ജറ്റിലെ ഒരു ചീപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റ് അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ട്രിഗർ വരുന്നത്. ജസ്റ്റ് അത് പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പെയിൻറ്റ് വരുന്നത്. പ്രോഡക്റ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് BUILDSKILLിൻ്റെ ബ്രാൻഡിങ് കാണാൻ സാധിക്കും. അതിന് സൈഡിലായിട്ട് എയർ വെൻറ്റും വരുന്നുണ്ട്. അതിലൂടെയാണ് നമുക്ക് എയർ എസ്കേപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓൺ ഓഫ് ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ഇതിൻ്റെ മോട്ടർ പ്രവർത്തിക്കത്തുള്ളൂ. അതിനുശേഷം ട്രിഗർ അമർത്തിയാൽ മാത്രമേ പെയിൻറ്റ് പുറത്തോട്ട് വരത്തുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു മെക്കാനിസം വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് പോലെ ഒരു ഭാഗവും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ആ ഒരു പെയിൻ റേറ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസത്തെ പറ്റിയാണ്. വളരെ സിമ്പിളായിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ഒരു മെക്കാനിസമാണ്. അതായത് നമ്മുടെ ട്രിഗറിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ താഴെയായിട്ട് നമുക്ക് ഈ ഒരു റൊട്ടേറ്റിംഗ് നോബ് കാണാൻ പറ്റും. അവിടെ ഒരു സ്പ്രിങ്ങും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കറക്കാൻ പറ്റും. ഈ ഒരു കറക്കത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു റേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പെയിൻറ്റ് പുറത്തോട്ട് വരുന്ന റേറ്റ്. അതായത് ഇത് ജസ്റ്റ് നമ്മൾ ലൂസ് ആക്കി ഇടുകയാണെങ്കിൽ ആ നോബിൻ്റെ വലുപ്പം കൂടും. സ്പ്രിങ് എക്സ്പാൻഡ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രിഗർ അധികം പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ പെയിൻറ്റിൻ്റെ റേറ്റ് എന്താ കുറയും. അങ്ങനെ നമുക്ക് ആ ഒരു റേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ നോബ് നമ്മൾ ടൈറ്റ് ആക്കുകയാണെങ്കിൽ ഈ ഒരു ട്രിഗർ നന്നായിട്ട് പ്രസ് ആകും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ പെയിൻറ്റ് പുറത്ത് വരുത്താൻ പറ്റും. അതായത് റേറ്റ് കൂട്ടാൻ പറ്റും. ഈ കാണുന്ന സർക്കുലർ ത്രെഡിലാണ് നമ്മുടെ കണ്ടെയ്നർ പെയിൻറ്റ് നിറച്ചിട്ട് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മുടെ പെയിൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു നോബ് നമുക്ക് തിരിച്ച് ഇത് ഊരിയെടുക്കാൻ പറ്റും. ഓരോ തവണ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഈ സംഭവങ്ങൾ ഊരിയെടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ സാധിക്കും. വാഷ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കട്ടിയായി പോകും. ചെറിയൊരു നോബിൽ കൂടെയാണ് ഇതിൻ്റെ ആ ഒരു പെയിൻറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ലഭിച്ച കണ്ടെയ്നർ നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് മാക്സിമം 800 ml പെയിൻറ്റ് നിറയ്ക്കാൻ സാധിക്കും. ഇതിൻ്റെ ആ ഒരു സൈസും റേറ്റും ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ 800 ml ഇനഫ് ആണ്, അല്ലെങ്കിൽ അതിൽ ആവശ്യത്തിൽ കൂടുതൽ തന്നെയാണ്. ആ ഒരു സൈസ് വെച്ച് നോക്കുമ്പം നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന വിസ്കോസിറ്റി മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പെയിൻറ്റിൻ്റെ വിസ്കോസിറ്റി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അളക്കാൻ സാധിക്കുന്നതാണ്. സെക്ഷൻ ട്യൂബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പെയിൻറ്റ് കണ്ടെയ്നറിൽ നിന്ന് നമ്മുടെ ഗണ്ണിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ സക്ക് ചെയ്ത് പോകുന്നത് ഈ ട്യൂബ് വഴിയാണ്. ഇത് ചെറുതായിട്ട് വളഞ്ഞിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ ഉള്ളത് കാണാൻ പറ്റും. അവിടെ നമുക്ക് അലൈൻമെൻറ്റ് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇവർ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് പെയിൻറ്റ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ആ ഒരു ആംഗിൾ അലൈൻമെൻറ്റ് ഫ്രണ്ടിലോട്ടിരിക്കണം. അതായത് ഇതേപോലെ ഇരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അപ്വേർഡ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ആ ഒരു സെക്ഷൻ ട്യൂബിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ എൻഡ് നമ്മൾ ബാക്കിലോട്ട് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ അലൈൻ ചെയ്യണം. സോ അങ്ങനെ കറക്റ്റ് വെയിൽ വേണം നമ്മൾ ഈ ഒരു കണ്ടെയ്നർ ടൈറ്റ് ചെയ്യാൻ. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എന്ന് പറയാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് സ്പ്രേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പെയിൻറ്റിലേക്ക്
കിടക്കാം. നമുക്ക് ആ ഒരു അളവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറച്ച് ലൂസായിട്ട് എടുക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടെ നല്ലത്. അതായത് ടെക്സ്റ്റേർഡ് പെയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ പെയിൻറ്റൊന്നും യൂസ് ചെയ്യില്ലെന്ന് ഇവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു നോസിൽ വഴിയാണ് പെയിൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് കട്ടി കൂടിയാലും ഇതിൻ്റെ അറ്റം, അതായത് അതിൻ്റെ അകം സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളത് ഊരിയെടുത്ത് വാഷ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കുത്തി വേണ്ടി വരും. അപ്പം ആ ഒരു അളവ് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. വിസ്കോസിറ്റി മീറ്ററായിട്ട് ഈ ഒരു സംഭവത്തിൽ കൂടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പെയിൻറ്റ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഗണ്ണിലേക്ക് ഈ കണ്ടെയ്നർ അറ്റാച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. എനിക്ക് ഈ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അത്ര ഫ്ലെക്സിബിൾ ആണോന്നില്ല. എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് സ്പ്രേയർ പ്രവർത്തിച്ചു തുടങ്ങും. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു പെയിൻറ്റ് സ്പ്രേയിങ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പെയിൻറ്റ് സ്പ്രേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന 3 ഷേപ്പിൽ നമുക്ക് പെയിൻറ്റ് സ്പ്രേ ചെയ്യാൻ സാധിക്കും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഫ്രണ്ടിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ മതിയാകും. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ യഥാർത്ഥ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രില്ലറൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് തന്നെയാണ്. കാര്യം ഹെവി ഡ്യൂട്ടി മോട്ടറാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിനെ പെയിൻറ്റ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ, അല്ലെങ്കിൽ സ്പ്രേയറിനെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ യഥാർത്ഥ സൗണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പെയിൻറ്റ് അടിക്കുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു പ്രൊസീജിയർ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെയിൻറ്റ് അടിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഞാൻ ഇനി ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മേന്മകളും പോരായ്മകളും അതുപോലെ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. മേന്മകൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പറയാനുള്ളത് ബിൽഡ് ക്വാളിറ്റിയെ പറ്റിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 2000 രൂപയ്ക്കകത്ത് വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡിവൈസ് ആയിട്ട് പോലും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയിട്ട് പോലും ബിൽഡ് ക്വാളിറ്റി നല്ല രീതിയിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് വരുന്നുണ്ട്. അതേപോലെ തന്നെ മെക്കാനിസംസ്, ഇതൊരു ലോ കോസ്റ്റ് ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ വലിയ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ വലിയ സെറ്റപ്പുകളൊന്നും ഇതിൽ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ഉള്ള സെറ്റപ്പ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്പ്രിങ് ടൈറ്റ് ചെയ്ത് നമുക്ക് പെയിൻറ്റിൻ്റെ സ്പ്രേ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ്, ഓവൽ ഷേപ്പ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് അവർ ബേസിക് ആയിട്ട് ഇതൊക്കെ നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നെയാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ ആവശ്യത്തിന് പെയിൻറ്റ് മാത്രമേ സ്പ്രേയറിലൂടെ സ്പ്രേ ആവത്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഒരു ബ്രഷോ അല്ലെങ്കിൽ റോളറോ എടുത്ത് നമ്മൾ പെയിൻറ്റ് മുക്കിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പെയിൻറ്റ് അതിൽ അപ്ലൈ ആവുന്നുണ്ട്. പക്ഷേ ഈ ഒരു പെയിൻറ്റ് സ്പ്രേയറിനകത്ത് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് പെയിൻറ്റ്സ് മാത്രമേ നമുക്ക് ഭിത്തിയിലേക്ക് ഇത്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടേക്ക് ഇത് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പെയിൻറ്റ് കൺസ്യൂം ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് പെയിൻറ്റ് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല മറ്റേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഫിനിഷിങ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ പെയിൻറ്റ് ഒരു സൈഡ് ഞാൻ അടിച്ചപ്പോൾ, അതായത് ഒരു ഭിത്തിയുടെ ഹാഫായിട്ട് അടിച്ചേ കാണാം, ഒരു കമ്പാരിസൺ കാണിക്കാനായിട്ട്. ഈ ഒരു ഭിത്തിയിൽ പുട്ടിയൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് പ്രൈമർ മാത്രമേ ഉള്ളൂ. അത് റഫായിട്ടുള്ളൊരു ഭിത്തി തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് കോട്ട് മാത്രമേ ഇതിൽ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെയിൻറ്റ് സ്പ്രേയറിൽ നമ്മൾ എപ്പോൾ പെയിൻറ്റ് അടിച്ചാലും നല്ല രീതിയിൽ തന്നെ ഫിനിഷിങ് കിട്ടും. അതുപോലെ ഈ പ്രോഡക്റ്റിൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും ഏതൊരു പെയിൻറ്റ് ബ്രഷോ റോളറിനേക്കാളും നല്ലൊരു ഫിനിഷിങ് ഈ ഒരു സ്പ്രേയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ മറ്റൊരു പോസിറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിൽ വാട്ടർ ബേസ്ഡ് പെയിൻറ്റോ അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് പെയിൻറ്റോ ഏത് വേണമെങ്കിലും അടിക്കാൻ പറ്റും. ടെക്സ്റ്റേർഡ് പെയിൻറ്റ് മാത്രം യൂസ് ചെയ്യില്ലെന്ന് അവർ പറയുന്നുണ്ട്. കാര്യം ഇതിൻ്റെ ആ ചെറിയ നോസിൽ അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ലോ കോസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിലേക്ക് മേടിക്കാൻ അധികം എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 2000 താഴെ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. സോ നമ്മൾ വീട്ടിലേക്ക് മേടിക്കുമ്പം ഇറ്റ്സ് ഗുഡ്, നല്ലൊരു പ്രൈസിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി നെഗറ്റീവിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൽ ആദ്യത്തെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ വെയിറ്റ് ആണ്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പെയിൻറ്റ് വെച്ച്, പക്ഷേ എല്ലാവർക്കും അത് ഫ്ലെക്സിബിൾ ആവില്ല. കാര്യം അത്യാവശ്യം ഹെവി തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റിംഗ് ആണ്. അതായത് നമ്മളിത് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തോട്ടാണ് ഇതിൻ്റെ എയർ വെൻ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഹീറ്റ് എയർ നമ്മൾ പിടിക്കുന്ന ആ ഭാഗത്തോട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ നമ്മുടെ കൈ നല്ല രീതിയിൽ തന്നെ പൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യണം. സോ ആ ഒരു എയർ വെൻ്റ്, അതൊരു ചെറിയ ഒരു ഗൺ ഷേപ്പിൽ ഇത് വരുന്നതുകൊണ്ടുള്ള ലിമിറ്റേഷനാണ് അത്. സോ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ഒരു പ്രശ്നം തന്നെയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വയർ ലെങ്ത് ആണ്. വളരെ ചെറിയ ലെങ്ത് മാത്രമേ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്കറിയാം, വോളൊക്കെ അടിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ വേണം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വോളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ ലെങ്ത് ആണ് ഈ ഒരു വയറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു എക്സ്റ്റൻഷൻ കേബിൾ നിർമ്മിക്കേണ്ടി വന്നു. സോ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പെയിൻറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുമാത്രമല്ല, ഇതിൻ്റെ പിന്നെ ആ ഒരു എക്സ്റ്റൻഷനിൽ നിന്ന് ഊരി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഹോൾഡ് ചെയ്ത് വേണം നമുക്ക് വോളൊക്കെ അടിക്കേണ്ടി വരുന്നത്. സോ ആ ലെങ്ത്തും കുറച്ചുകൂടെ ഇവർക്ക് കൊടുക്കാമായിരുന്നു.
അപ്പോൾ പേഴ്സണലി എനിക്ക് ഇത്രയും നെഗറ്റീവ്സ് ആണ് എടുത്തു വരാനായിട്ട് തോന്നിയത്. അപ്പോൾ ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഒരു വേർഡിക്റ്റാണ്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഐറ്റംസ്, അതായത് പോട്ട്സും അതുപോലെ തന്നെ ചെറിയ ഓയിൽ പെയിൻറ്റ് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഒബ്ജക്റ്റ്സ് ഒക്കെ അടിക്കാനാണെങ്കിൽ ഇത് 100% പെർഫെക്റ്റ് ആണ്. ഭിത്തിയുടെ കേസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്നുണ്ട്, നല്ല ഫിനിഷിംഗ് കിട്ടുന്നുണ്ട്. പക്ഷേ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതേത്തെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ നിങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുകയോ ചെയ്യണം. നിങ്ങൾ മേക്ക് ചെയ്യുന്നത് തന്നെ ആയിരിക്കും അതിൽ ഏറ്റവും പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും വോളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് വോളിൽ യൂസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി വോളും കൂടി ഇത് വെച്ച് തന്നെ പെയിൻറ്റ് ചെയ്യാനാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. സോ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വെർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ്, തീർച്ചയായിട്ടും വെർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെർത്തായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇതിൽ ലഭിക്കുന്നത്. സോ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയും കൺസ്യൂം ചെയ്യുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ്സ് വരുന്നതിൻ്റെ മെയിൻ കാര്യം ഇത്ര ലോ കോസ്റ്റ് ആവുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാൻ വീട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെയിൻറ്റ് സ്പ്രേയറിനെ പറ്റി എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു പെയിൻറ്റ് സ്പ്രേയറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.